അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഞങ്ങൾ വർഷയുടെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ വന്നിട്ട് ആശാന് ഫുഡും കൊടുത്തു, പിന്നെ കുളിപ്പിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവനെ കുളിപ്പിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ വർഷം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ, ഇങ്ങനെയാണ് വെള്ളം ഇങ്ങനെയാണ് ഒഴിക്കേണ്ടത്, ഷാമ്പു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ. ഇവനാണെങ്കിൽ തണുത്ത വെള്ളം ദേഹത്ത് വീണപ്പോഴത്തേക്കും മിണ്ടാതെ അങ്ങിരിക്കുകയാണ്. ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ആശാന് വലിയൊരു പിടുത്തം ഇല്ലാത്ത പോലെ. ഷാമ്പു വാഷൊക്കെ ചെയ്തപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല. ഷാമ്പു ചെയ്യുമ്പോൾ ആ ഒരു മസാജിങ്ങിൻ്റെയൊക്കെ സുഖം കൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ അങ്ങ് മിണ്ടാതെ അങ്ങ് വർഷയുടെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ വെള്ളം ഒഴിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ ആ വെകളിത്തരം അങ്ങ് തുടങ്ങി. പിന്നെ അവൻ എങ്ങനെയെങ്കിലും ബാത്റൂമിൽ നിന്നൊന്ന് പുറത്തോട്ട് ചാടിയാൽ മതി എന്നായി കേട്ടോ. ശരിക്കും ഇവനെ കുളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കുഞ്ഞു വാവകളെ കുളിപ്പിക്കുന്ന അതേ രീതിയിൽ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ചെവിയിലും മൂക്കിലൊക്കെ വെള്ളം കയറാതെ ആ രീതിയിൽ വേണം കുളിപ്പിക്കാനായിട്ട്. വർഷം നല്ല നീറ്റായിട്ട് കുളിപ്പിച്ച് പിന്നെ ശ്രീജുമാണ് കേട്ടോ ഡ്രയറൊക്കെ ഇട്ട് പിടിച്ച് അത് കഴിഞ്ഞിട്ട് ഇവന് സ്പ്രേ ഒക്കെ ചെയ്ത് ഇവനെ നല്ല കുട്ടപ്പനാക്കി എടുത്ത് കേട്ടോ. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിഞ്ഞു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഇവ കുറച്ച് കുടിച്ചിട്ട് മൊത്തം ഇവൻ്റെ മേത്തോട്ട് ആക്കലാണ് ഇവൻ്റെ പരിപാടി. വീട്ടിൽ വന്നപ്പോൾ വലിയ സീനില്ലായിരുന്നു കേട്ടോ. ഞാനും പ്ലൂട്ടോയും ഇച്ചിരി സമയം കിടന്നുറങ്ങി. അവൻ ഉറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അവൻ്റെ അടുത്ത് കിടക്കാനൊരു കൊതി കാരണം ഞാനും കൂടെ കയറി കിടന്ന് സുന്ദരമായിട്ട് ഞങ്ങൾ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവൻ അങ്ങ് പെട്ടെന്ന് ഉണർന്നു കേട്ടോ, എന്നെയും കൂടെ ഉണർത്തി. പിന്നെ എപ്പോഴും ഇവൻ ഇങ്ങനെ എൻ്റെ കണ്ടില്ലേ, ഇങ്ങനെ എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കണം. അവന് തൊട്ടിൽ പോലെ ഞാനിങ്ങനെ ഇങ്ങനെ ഉടുപ്പിന് പുറത്ത് ഇങ്ങനെ വയ്ക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഭയങ്കര കുസൃതി കുറുമ്പ് കാര്യങ്ങളൊക്കെയാണ്. അവന് പുറത്തൊന്ന് ഇറക്കി കഴിഞ്ഞാൽ തീർന്നത്. തറയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അവൻ അടുക്കളയിൽ കയറി പോവും, അമ്മയുടെ റൂമിൽ കയറി പോവും, ആകെ ബഹളമാണ്. പിന്നെ മെയിനായിട്ട് കടി, എൻ്റെ കൈയും കാലും ഒക്കെ കടിച്ച് റെഡിയാക്കി വെക്കും. അപ്പം ഞാൻ ഇച്ചിരി വഴക്കൊക്കെ കൊടുത്തു കേട്ടോ, പാവത്തിന് സങ്കടം വന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.